ഡെൻ ഓഫ് തീവ്സ് 2 പാൻറ്റേറ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഡെൻ ഓഫ് തീവ്സ് പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം ഈ സിനിമയ്ക്ക് പോകുന്നതാണ് നല്ലത്. അത് ലയൺസ് ഗേറ്റ് പ്ലേയിൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു എയർടെൽ വരിക്കാരനാണെങ്കിൽ എയർടെൽ എക്സ്ട്രീം പ്ലേ എന്ന് പറയുന്ന അവരുടെ ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട് എയർടെല്ലിൻ്റെ. അതുവഴി ലയൺസ് ഗേറ്റ് പ്ലേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുന്നതാണ്. അത് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണുന്നതാണ് നല്ലത്. അല്ലാതെയും കാണാം, എന്നാലും ആ ഒരു ഇമോഷൻ എന്താണ്, പുള്ളി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഫസ്റ്റ് പാർട്ട് നല്ല രസമുള്ളൊരു പടമാണ്. അതുകൊണ്ട് അതൊന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. ഈ സിനിമ എന്നെ സംബന്ധിച്ച് ആകെ മൊത്തത്തിൽ ഒരു നിരാശയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കാം. ആദ്യമേ പറയേണ്ടത് PVR ലുലു സ്ക്രീൻ 2-ലാണ് ഞാൻ പടം കണ്ടത്. കൊള്ളയാണ് നിങ്ങൾ ചെയ്യുന്നത്. സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ കൊള്ളയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരല്പം പൈസ മുടക്കി ആ പ്രൊജക്ടറൊക്കെ ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ. കാര്യം സ്ക്രീനിലേക്ക് ടോർച്ചടിച്ച് നോക്കണം നമുക്ക് എന്തെങ്കിലും കാണണമെങ്കിൽ. അത്രയും ഡാർക്കായിട്ട്. ഞാൻ ഇതിനു മുമ്പ് ജല്ലിക്കെട്ട് തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, ന്യൂ തിയേറ്ററിൽ കണ്ടപ്പോൾ ഫുൾ ഇരുട്ട്. ഇങ്ങനെയാണ് ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അത് കഴിഞ്ഞ് ലെനിൻ സിനിമാസിൽ പോയി ഇതേ പടം കണ്ടപ്പോഴാണ് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടായിരുന്ന എന്ന് തോന്നിപ്പോയത്. അതേപോലെ ട്രെയിലർ രണ്ടാമത് ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കാശ് കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകൻ എന്തെങ്കിലും ഒരു വില കൊടുക്കുക. ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ കൊള്ളയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മോശം. ഇവർ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലൊക്കെ കയറുമ്പോഴേ നമ്മളൊന്നും കാണുന്നില്ല. ഈ കണ്ണുണ്ട്, പിന്നെ ലൈറ്റുണ്ട്, ഇതൊക്കെ കാണുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഊഹിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് വെച്ചിട്ട് ഇപ്പോൾ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ഒരാളുടെ ജഡ്ജ്മെൻറ്റ് തന്നെ തെറ്റിപ്പോകുമെന്നും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ കണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു വിഷ്വൽ ഓഡിയോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലും നമുക്കങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പ്ലസ് തേർഡ് പാർട്ടിലേക്കുള്ളൊരു ടീസർ, ഇതാണ് അതിൽ മെയിനായിട്ട് നടക്കുന്നത്. ഇതിൽ അവർ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കയറുന്നുണ്ട്. ആ ഒരു പരിപാടിയൊക്കെ അത്യാവശ്യം രസമായിട്ട് തോന്നി. പക്ഷേ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരുടെ പാസ്റ്റ്, ഇവരുടെ സ്ട്രഗിൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. ലോകത്തെ എല്ലാ കള്ളക്കടത്തുകാരനും കൊലപാതകയ്ക്കും ഒക്കെ അവരെ ന്യായീകരിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും എന്ന് പറയുന്ന പോലെ ഇവിടെ അങ്ങനെ കുറേ ന്യായീകരണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സൗഹൃദം ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കതിൻ്റെ ക്ലൈമാക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ആ ഒരു കൊള്ളയും അതിന് ശേഷമുള്ള കുറച്ച് ഇമോഷണൽ കാര്യങ്ങളും എനിക്ക് രസമായിട്ട് തോന്നിയത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടം വരെ എത്തുന്ന അത്രയും സമയവും അത്യാവശ്യം നല്ല ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്സ് ഒന്നും സിനിമയിലില്ല, വലിയ സസ്പെൻസുകളില്ല, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഫീൽ ചെയ്തിട്ടില്ല. ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരു സീനിലും അവർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആകെ മൊത്തത്തിൽ പറയുമ്പോൾ ഈ കഥാപാത്രങ്ങൾ, അതായത് എനിക്കിവരെ അറിയാം, ഇവരുടെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് അറിയാൻ ചെറിയൊരു ആഗ്രഹമുണ്ട്, ആകാംക്ഷ ഒന്നുമല്ല, ചെറിയൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണോ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു മൂഡില്ലേ, അത്രേ എനിക്ക് സിനിമ സമ്മാനിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ഗംഭീര പടം കണ്ട്, അതായത് ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റൊക്കെ കണ്ടപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ ഒന്നുമില്ല എന്നുള്ള പോലെയൊക്കെ ആയിരുന്നു. എന്നാലും ആ കള്ളക്കടത്ത് പരിപാടികളൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ പോലും വിഷ്വലി നമ്മളെ വെറുപ്പിക്കുന്ന പരിപാടിയായിരുന്നു. ഈ സിനിമ ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ചാണ് എന്ന് പറയാൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അത് സിനിമ ഈ പറയുന്ന ഒരു വലിയ ഹൈ തന്നില്ല എന്നുള്ളതൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ സ്ക്രീൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട ഒരാളായിരിക്കും. അങ്ങനെ ഡെൻ ഓഫ് തീവ്സ് 2 പാൻറ്റേറ തിയേറ്റർ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.